ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന. ഇന്നലെ IPL നടന്ന മത്സരത്തിൽ ഒരു ആവേശകരമായ വിജയമാണ് RCB സ്വന്തമാക്കിയത്. 12 റൺസിനാണ് വാങ്കഡയിൽ വെച്ചുകൊണ്ട് അവർ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. 2015 ശേഷം ആദ്യമായിക്കൊണ്ടാണ് മുംബൈ ഇന്ത്യൻസിനെ അവരുടെ തട്ടകത്തിൽ വെച്ചുകൊണ്ട് RCB ഇപ്പോൾ വീഴ്ത്തുന്നത്. മികച്ച പ്രകടനമാണ് RCBയുടെ ബാറ്റിങ്ങും ബൗളിങ്ങും ഒക്കെ പുറത്തെടുത്തിട്ടുള്ളത്. ഏതായാലും ഈ മത്സരത്തിൽ മലയാളി താരമായ വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിരുന്നു. ഒരൊറ്റ ഓവർ മാത്രമാണ് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിന് നൽകിയത്. ആ ഓവറിൽ 10 റൺസ് വഴങ്ങിയ വിഘ്നേഷ് പുത്തൂർ ഒരു വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. പടിക്കലിന്റെ വിക്കറ്റ് ആയിരുന്നു അദ്ദേഹം വീഴ്ത്തിയിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഓവറുകൾ നൽകാൻ ഹാർദിക് പാണ്ഡ്യ തയ്യാറായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പിന്നീട് അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു. പകരം രോഹിത് ശർമ്മ കളിക്കളത്തിലേക്ക് വരികയും ചെയ്തു. എന്നാൽ വിഘ്നേഷ് പുത്തൂരിനെ മുംബൈ ഇന്ത്യൻസ് പിൻവലിച്ചതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി തങ്ങൾക്ക് അനുകൂലമായി എന്നാണ് ഇപ്പോൾ വിരാട് കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. വിഘ്നേഷ് പുത്തൂർ എന്ന പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല, മറിച്ച് ഒരു സ്പിന്നർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്പിന്നറെ പിൻവലിച്ചതോടുകൂടി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി എന്നാണ് കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. കോഹ്ലിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അവരുടെ ഒരു സ്പിന്നർ മത്സരത്തിൽ നിന്നും പുറത്തു പോയത് ഞങ്ങൾക്ക് അനുകൂലമാവുകയാണ് ചെയ്തിട്ടുള്ളത്. പേസ് ബൗളർമാർക്കെതിരെ ഷോർട്ട് ബൗണ്ടറികളിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു 20-25 റൺസ് ഞങ്ങൾക്ക് അധികം നേടാൻ സാധിച്ചു. ഇതാണ് മത്സരശേഷം വിരാട് കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. അതായത് ആ സമയത്ത് വിഘ്നേഷ് പുത്തൂർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും റൺസുകൾ നേടാൻ സാധിക്കുമായിരുന്നില്ല, അപ്പോൾ ഈ ഒരു സ്പിന്നർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് കോഹ്ലി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിഘ്നേഷ് പുത്തൂർ ഇതുവരെ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.